നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തികച്ചും അവിചാരിതമായി കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ആഴ്ചയിൽ നമ്മൾ നമ്മുടെ ഭാരതത്തിൻ്റെ വനിതാ ക്രിക്കറ്റ് ടീം ജയാളികളായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടായ ഒത്തിരി സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോയി. അങ്ങനെ നമ്മൾ സംസാരിച്ചു പോയ ആ കാര്യങ്ങളെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളുണ്ടായി. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് അന്ന് ആ വിഷയം പറഞ്ഞപ്പോൾ ജമീമ എന്ന് പറയുന്ന വാത്സല്യ സഹോദരിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ അങ്ങനെ കാര്യങ്ങളെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലായില്ല നമ്മളെന്താ ഉദ്ദേശിച്ചതെന്ന്. നമ്മളതിൻ്റെ ഒരു ആത്മീയ വശം പറഞ്ഞു വന്നു, അല്ലേ? നമ്മളതിൻ്റെ ഒരു ആത്മീയ വശം പറഞ്ഞു വന്നു. പുറപ്പാട് ദിവസം 14-ാം അധ്യായത്തിലെ വാക്യം അതൊക്കെ ആ പെൺകുട്ടി കോട്ട് ചെയ്തു. നമ്മളതിൻ്റെ ശരിയായ കോൺടെസ്റ്റ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വിശദീകരണത്തിലേക്ക് പോയി. അപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിലെ വലിയ പങ്ക് ആളുകളും ആ കാര്യങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. ഈ പെന്തക്കോസ്ത് സമൂഹം അത്രയും പ്രോത്സാഹനമൊക്കെ കൊടുത്ത ആളാണല്ലോ ജമീമ. അപ്പോൾ ജമീമയും തങ്ങളുടെ ടീം അംഗങ്ങളും കൂടി ഡൽഹിയിലെ താജ് പാലസ് ഹോട്ടലിൽ വെച്ച് നടത്തിയ ഒരു കേക്ക് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കേക്ക് മുറിച്ച് അവർ ഒരു കേക്കിൻ്റെ പീസിൽ നിന്ന് എല്ലാവരും അത് ഭക്ഷിക്കുന്ന ആ ഒരു വീഡിയോ നമ്മളിവിടെ കണ്ടു. ആ വീഡിയോയൊക്കെ നമ്മുടെ യൂട്യൂബ് മെസ്സേജിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ആ മെസ്സേജ് കേട്ട ചിലരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ അതിനകത്ത് ഉണ്ടായിരുന്നു, അങ്ങനൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന്, നമ്മൾ അപ്ലോഡ് ചെയ്ത മെസ്സേജിനകത്ത് അങ്ങനൊരു വീഡിയോ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നല്ല 2 വീഡിയോ ഉണ്ടായിരുന്നു, വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു, പിന്നെയും കേക്ക് മുറിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. കണ്ടില്ലല്ലോ എന്ന്. ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും കാണുന്നത്, കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ കേട്ടത്? നമ്മൾ ആ വിഷയത്തിലേക്ക് പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്നുള്ള നിലയിൽ ഈ വിഷയമായി എടുത്തത്. ഇങ്ങനൊരു വിഷയം നമ്മൾ സംസാരിക്കാനിരുന്നതല്ല, അശേഷം ഇരുന്നതല്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് തന്നെ പോകാം എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ആത്മപ്രേരണയുണ്ടായി, കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ടല്ലോ എന്ന്. കാരണം പബ്ലിക്കായിട്ട് ലോകം മുഴുവൻ കാണുകെ കേക്ക് കട്ട് ചെയ്തിട്ട് ആ കേക്കിൻ്റെ പീസ് അല്പം തൻ്റെ ടീം അംഗങ്ങളിൽ ചിലർക്ക് കൊടുക്കുന്നു. അവരത് ഒരു ഭാഗം കടിച്ചു തന്നെ എടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ ബാക്കി താന് അത് ഭക്ഷിക്കുന്നു. ഒരു കേക്കിൻ്റെ പീസേ അത് കട്ട് ചെയ്ത് ഓരോരു കഷ്ണമായിട്ട് കൊടുക്കുകയല്ല. അപ്പോൾ അതൊരു സാഹസമാണ്. പെന്തക്കോസ്ത് സമൂഹം ഈ ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ കണ്ണിന് മുമ്പിലല്ലേ ഇത് നടന്നത്. ഒരു ന്യൂ ജനറേഷൻ പെന്തക്കോസ്തുകാരി പെൺകുട്ടിയാണ് അങ്ങനെ ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതായത് ലോകമെമ്പാടും പെന്തക്കോസ്ത് മുന്നേറ്റം, ആ മൂവ്മെൻ്റ് ഉണ്ടായിട്ട് 100-ലധികം വർഷങ്ങളായി. ഈ 100-ലധികം വർഷങ്ങളായി മുന്നോട്ട് വന്ന ആ സമൂഹം ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഒരപ്പത്തിൻ്റെ അംശികൾ എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നതാണ്. അതായത് ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷമാണ് ആ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് വലിയ തെറ്റാണ്. ഒരുവനായ ദൈവത്തെ ബഹുമാനിക്കാതെ, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാതെ ഈ കഴിഞ്ഞു പോയൊരു 100 വർഷക്കാലം ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഒരു അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഞങ്ങളൊരു തിരുത്തലിന് വിധേയമാകാത്തത് കൊണ്ടാണ് ദൈവം കൊറോണ അയച്ചത്. ഞങ്ങൾ സ്വയമേവ തിരുത്തലിന് വിധേയമായി അങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് പല പാത്രത്തിൽ നിന്ന് കുടിക്കാനായിട്ട് തുനിയാത്തത് കൊണ്ട്, തുനിഞ്ഞിറങ്ങണമല്ലോ, അതിനൊന്നും ശ്രമിക്കാത്തതുകൊണ്ട് ദൈവം കൊറോണ അയച്ചു. കൊറോണ അയച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണ് തുറന്നു, നമുക്ക് തട്ടുമുട്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഞങ്ങളിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ പെന്തക്കോസ്ത് സമൂഹം ഒന്നടങ്കെന്ന് ഞാൻ പറയില്ല. അവിടങ്ങളിലൊക്കെ ഇപ്പോഴും വെട്ടം വെളിച്ചമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വലിയ പങ്ക് ആളുകളും, വിശേഷിച്ച് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് അവരെല്ലാം ഈ പറഞ്ഞ നിലയിൽ ഈ പല പാത്രങ്ങളിൽ കുടിക്കുകയും അതുപോലെ ഈ അപ്പം പലതായിട്ട് നുറുക്കി ഞാനതിൻ്റെ പിക്ചറൊക്കെ കാണിച്ചിരുന്നു നിങ്ങളെ. ഇനിയിപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ പല കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അതിലെ ഒരു പീസ് എടുത്ത് നമ്മളും ഭക്ഷിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. അതിനകത്തെ ഒരു ദൈവസാന്നിധ്യമോ ആ ശുശ്രൂഷയിലെ മഹനീയതയോ നമ്മൾ പാടിയതുപോലെ മഹാത്മ്യം അതിന് അനവധി ഉണ്ടെന്നൊക്കെ പാട്ട് പാടി എന്നുള്ള സത്യമാണ്. പക്ഷെ ഒരു മഹാത്മ്യം ഇല്ലാത്ത നിലയിലാണ് നമ്മുടെ ശുശ്രൂഷകന്മാർ ഇന്ന് ആ ശുശ്രൂഷ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മുന്നോട്ട് പോയത്. ഈ വക കാര്യങ്ങളൊക്കെ
അപ്പോൾ ഈ മെസ്സേജൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ചിന്തിച്ചു, അതിനൊരു തിരക്കേടില്ലാത്തൊരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ കൊടുത്തത്? കൊറോണ പോയെങ്കിലും പെന്തക്കോസ്ത് പാസ്റ്റേഴ്സ് മടങ്ങി വന്നിട്ടില്ലെന്ന്. അത് ഇച്ചിരി പ്രൊവോക്ക് ചെയ്യുന്ന വാക്കുകളാണ്. ഒരുപക്ഷെ അവർക്ക് കോപം ചലിക്കാം പാസ്റ്റേഴ്സിന്. അവർ മടങ്ങി വന്നില്ലെന്ന് പറഞ്ഞാൽ അവർ നാടുവിട്ട് പോയിന്നോ, അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോയിന്നോ, അങ്ങനെയൊക്കെ വേണേൽ ചിന്തിക്കാം. അപ്പോൾ അവർ പ്രതികരിക്കാം, പലതും സംഭവിക്കാം. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ മെസ്സേജ് കണ്ടിട്ടുള്ളൂ. ടൈറ്റിലൊക്കെ അങ്ങനെയാണെങ്കിലും ആളുകളുടെ മനസ്സിൽ ഇത്രേ ചിന്തയുള്ളൂ, ഇതൊക്കെ ഒരു പണിയില്ലാത്ത ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് എന്തൊക്കെയോ പടച്ചു വിടുന്നു, ഇതിനകത്തൊന്നും തലവെക്കേണ്ട കാര്യമില്ല, നമുക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. എന്തായാലും കുറേ പേര് കേട്ടിട്ടുണ്ട്. ആ കേട്ട ആളുകളിൽ നിന്ന് പ്രതികരണങ്ങളൊന്നും കാര്യമായിട്ട് വന്നില്ല, വലിയ പ്രതികരണങ്ങളൊന്നും വന്നില്ല. ഞങ്ങളിതൊന്നും ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ ഈ കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ പല പാത്രത്തിൽ നിന്ന് കുടിച്ചു, പല നിലകളിൽ ഈ അപ്പം ഈ പറഞ്ഞ പോലെ നുറുക്കിയിട്ട് അതൊക്കെ ഭക്ഷിച്ചു, എന്നിട്ടും മഞ്ഞും മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഭൂമി 23.5 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്ന് കറങ്ങുന്നുണ്ട്. ഈ കറക്കത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ? എല്ലാം സ്മൂത്തായിട്ട് പോവുകയാണ്, പിന്നെ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നതെന്നാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആളുകൾ പ്രതികരിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും വിസ്മയകരമായൊരു കാര്യം എൻ്റെ ഉള്ളിൽ വന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ പ്രിയപ്പെട്ടവരിവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്, അല്ലാതെ നമ്മളെ നാളുകളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. അപ്പം ആ മെസ്സേജിനൊരു ഗൗരവമുണ്ട്, ആ മെസ്സേജ് മറ്റുള്ള പ്രിയപ്പെട്ടവർ കേൾക്കേണ്ടതാണ് എന്ന ചിന്ത ഉള്ളിലുള്ള ആളുകൾ ചിലപ്പോൾ ചിലർ അത് വേറെ ആളുകൾക്ക് ഫോർവേഡ് ചെയ്യും. എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെ കുറച്ച് ആൾക്കാർ, അപൂർവം ആൾക്കാർ അടുത്ത സ്നേഹിതരായ ചിലർക്കൊക്കെ ഫോർവേഡ് ചെയ്യും. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഒരു വിചിത്രമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, ഒന്ന് കേട്ട് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ള നിലയിൽ അയച്ചു കൊടുക്കും. ഇനി മറ്റു ചിലർ ആ പറയപ്പെട്ട കാര്യത്തിനൊരു ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മെസ്സേജിൻ്റെ കമൻസിലോ കാര്യങ്ങളിലോ ഒക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം, അല്ലേ? അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. നമ്മൾ ഡൽഹിയിൽ രാജ്ഘട്ടിൽ പോയി കഴിഞ്ഞാൽ, രാജ്ഘട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ബലികുടീരം അവിടെയാണല്ലോ. അപ്പോൾ രാജ്ഘട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പുഷ്പചക്രമൊക്കെ അർപ്പിക്കാം. അത് കഴിഞ്ഞ് അവിടുത്തെ ആ ബുക്കുണ്ട്, ആ ബുക്കിനകത്ത് നമുക്ക് കാര്യങ്ങൾ രേഖപ്പെടുത്താം. രാജ്ഘട്ടൊക്കെ സന്ദർശിച്ചിട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം, മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞ് 2 വാക്കൊക്കെ എഴുതി അതൊക്കെ അതിനകത്ത് രേഖപ്പെടുത്താം. ലോകത്തിലെ ഭരണാധികാരികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളിതിനകത്ത് ഇതിൻ്റെ കമൻസിനകത്ത് എഴുതുക എന്ന് വിചാരിച്ചോ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇന്നങ്ങനെ അധികം പെന്തക്കോസ്ത് സമൂഹത്തിൽ പ്രസംഗിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. ആളുകൾ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ഏതാണ്ട് അകന്നകന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു പാത്രത്തിലൊക്കെ കുടിക്കുന്നത് ആ ന്യൂസിലാൻഡിൽ എങ്ങാണ്ട് 2 ഉദയജിമാരുണ്ട്, അതുപോലെയൊക്കെയുള്ള ചില പുള്ളികളുണ്ട്. അവരെ പോലെയുള്ള ആളുകളെ ചുമ്മാ ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കണമെന്ന് പറഞ്ഞ് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ ലോകം മുഴുവനും മാറുകയാണ്, മാറുന്ന ലോകം. ആ മാറുന്ന ലോകത്തിലെല്ലാം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ പറഞ്ഞ പുള്ളികൾക്ക് ഇവന്മാർക്ക് ഒരു മാറ്റമില്ല, പിന്നെയും പഴയതുപോലെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായ നിലയിലുള്ളൊരു മെസ്സേജൊക്കെ കേട്ടു. അപ്പോൾ അത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രയോജനം ചെയ്യും എന്ന് മാലോകരോട് പറയുകയാണെങ്കിൽ, ഇവ ആളുകൾ ഇന്നത്തെ കാലത്ത് ഈ റിവ്യൂ, എല്ലാ കാര്യത്തിൻ്റെ റിവ്യൂ ഒക്കെ നോക്കും. കാര്യങ്ങളൊക്കെ റിവ്യൂ ഒക്കെ നോക്കി അവിടെ എത്ര സ്റ്റാർ ഉണ്ടെന്നൊക്കെ നോക്കും. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ സ്റ്റേ ചെയ്തപ്പോൾ ആ കിടന്ന സ്ഥലത്തിൻ്റെ വാല്യൂ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ റിവ്യൂ ഒക്കെ നോക്കി. അപ്പോൾ ആളുകൾ പറയുന്നത് പഷ്ടാന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളവിടെ പോയി നമുക്കും അങ്ങനെ തന്നെയാണ് അഭിപ്രായമുള്ളത്. നമ്മളങ്ങനെ ലോകക്കാരുടെ പോലത്തെ ഈ മെസ്സേജിനെ ഒന്നും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് കേട്ടോ. അതൊന്നും അങ്ങനെ ചെയ്യണമെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ പബ്ലിക്കിൻ്റെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്ത ആ മെസ്സേജ് ഇനിയും കൂടുതൽ ആളുകൾ കേൾക്കണം, ആളുകൾ മടങ്ങി വരണം. നമ്മൾ മെസ്സേജ് അവസാനിപ്പിച്ച എങ്ങനെയാണ്? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടേയുള്ള നല്ല കാലത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ എന്നാണ് അന്ന് പ്രവാചകൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്തെന്ന് പറയും? യഹോവേ, ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രമാണങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, വചനത്തിന്റെ സത്യങ്ങളിലേക്ക്, അതിന്റെ വെളിപ്പാടുകളിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങളിങ്ങനെ താന്തോന്നികളായിട്ട് പോകേണ്ടവരല്ല, നിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട കീഴ്വഴക്കങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്.
പഴയ പാതയിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. പൂർവന്മാർ ഞങ്ങൾക്ക് തുറന്നു തന്ന സത്യങ്ങളുണ്ട്. എബ്രായ ലേഖനം 13:7 പറയുന്ന പോലെ, നിങ്ങളുടെ ദൈവം പ്രസംഗിച്ച് നടത്തുവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിന്ന്. അവർ നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാ? ഈ വാക്യപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ മലയാളക്കരയിൽ നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാർക്ക് ദൈവിക ദർശനങ്ങൾ ലഭിച്ചു, വെളിപ്പാടുകൾ ലഭിച്ചു, ബോധ്യങ്ങൾ ലഭിച്ചു. അതിൻ പ്രകാരം സത്യവിശ്വാസത്തിലേക്ക് അനേകർ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന വ്യക്തികളെയൊക്കെ അവർ നയിച്ചു, മുൻപോട്ട് നയിച്ചു. ഒരിക്കലും കുഴി ചാടിക്കാൻ വേണ്ടിയിട്ടല്ല നയിച്ചത്. ആ ആളുകളെയൊക്കെ ക്രിസ്തുവിങ്കിലേക്കാണ് അവർ നയിച്ചത്, ക്രൂശിങ്കിലേക്കാണ് നയിച്ചത്. അവിടെ ഉള്ളിൽ പ്രത്യാശ കൊടുത്തു. കാഹളത്തിന് വേണ്ടി അവരുടെ ചെവികളെ സജ്ജമാക്കുമാറായിരുന്നു അവരുടെ ശുശ്രൂഷകളെല്ലാം. അവരൊരിക്കലും ലോകകാര്യം പറഞ്ഞവരല്ല. നമ്മളെ ഈ ലോകത്തിന് അനുരൂപരാക്കുന്ന ഒരു കാര്യത്തിനും വേണ്ടി ശടിച്ചവരല്ല അവർ. നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫെർവൻ ലവ്, കത്തുന്ന ഒരു സ്നേഹം പകർന്നവരാണ് അവർ. അവർ നമ്മോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവവചനപ്രകാരം നടത്തിയെന്നാണ്. നമ്മൾ അവരുടെ വിശ്വാസത്തെ അനുകരിച്ച് അവരുടെ കാൽച്ചുവടുകളെ പിന്തുടരേണ്ടവരാണ്. അവർ വെച്ചു പോയ മാതൃക നമ്മൾ അതെല്ലാം ഉടയ്ക്കുന്നവരായിട്ടൊന്ന് മാറി. നമ്മൾ കീഴ്വഴക്കങ്ങളും മാതൃകകളും, അതായത് നല്ല പാറ്റേൺസ്, അതെല്ലാം നമ്മൾ ഉടച്ചു കളഞ്ഞ് നമുക്ക് ബോധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം ഞാൻ മലയാളി പെന്തിക്കോസ് സമൂഹത്തെ ചുമ്മാ ഒന്ന് അറസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് വേണമെങ്കിൽ ഒന്ന് കളിയാക്കി വിട്ടു എന്ന് വേണമെങ്കിൽ കൂട്ടാം. എടാ നിനക്ക് കർത്തൃമേശയ്ക്ക് വരുമ്പോൾ ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കാനോ ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനോ പറ്റില്ല. ഇപ്പൊ ലോകപ്രശസ്തിയായ ജമീമ മോള് ഒരു കേക്ക് ഭക്ഷിക്കുന്ന കാണുമ്പോൾ നിനക്ക് അലോസരമില്ല. ജമീമ മോക്കും ഇല്ല അലോസരം, നിനക്കും ഇല്ല അലോസരം. അതിലെ യുക്തിയാണ് ഞാൻ ചോദ്യം ചെയ്തത്. മറ്റാളുകളുടെ കൂട്ടത്തിലെ ഈ ഒരു കേക്കും കഷ്ണം മുറിച്ച് തിന്നുമ്പോൾ ഹൈജീൻ പ്രോബ്ലവും വന്നില്ല, ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള ചിന്തയും വന്നില്ല. ചിന്ത വന്നോ? അങ്ങനെ ഒരു ചിന്തയും വന്നില്ല. ഒരു ചിന്തയൊന്നും ആ മുഖത്ത് ഞാൻ കണ്ടില്ല. ആഹ്ലാദത്തോടു കൂടിയാണ് കേക്ക് മുറിച്ചത്. അതിലപ്പുറം ആഹ്ലാദത്തോടു കൂടിയാണ് അവരത് ഭക്ഷിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ യൂറോപ്യൻസും ലാറ്റിൻ അമേരിക്കൻസും ഏഷ്യക്കാരും ആഫ്രിക്കൻസും ഒക്കെ കൂടി കേക്ക് മുറിച്ച് തിന്നുന്നത് പിന്നെയും കാണിച്ചില്ലേ? അത് കൊറോണ കാലത്ത് ഈ കൊറോണ കടന്നു വന്നതുകൊണ്ട് ഒത്തിരി പാഠം പഠിച്ച മനുഷ്യനാണ് ഞാൻ. പെന്തക്കോസ്ത് പാസ്റ്റർമാരെ കുറിച്ചൊരു നല്ല ലെസൺ എനിക്ക് കിട്ടിയത് കൊറോണ നിമിത്തം. അല്ലെങ്കിൽ ഞാൻ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടു പോയേനെ. കൊറോണ കടന്നു വന്നപ്പോഴാണ് ഇവരൊക്കെ ശരിക്കും ആരാണെന്ന് മനസ്സിലായത്. ഇവരെല്ലാം ഇടത്തോട്ടും ചെരിയും വലത്തോട്ടും ചെരിയും. നരേന്ദ്രമോദിനെ ഒന്ന് എടുത്തങ്ങ് മാറ്റി വെക്കുക എന്ന് കൂട്ടിക്ക്. ഇവിടുന്ന് മാറ്റി വെച്ചത് ഷീ ചിൻ പിങ് ന്യൂഡൽഹിയിൽ വന്ന് കുറച്ച് നാളങ്ങ് ഭരിക്കാൻ ആരംഭിക്കുക എന്ന് വിചാരിച്ചോ. പുള്ളിയുടെ കയ്യാളായിട്ട് പിണറായി വിജയനും നിൽക്കട്ടെ, കയ്യാള്. അപ്പോൾ ഷീ ചിൻ പിങ് ഒരു 4-5 വർഷം അങ്ങ് ഭരിക്കുകയാണെങ്കിൽ ഇവരെന്തിനും തയ്യാറാകും. ഈ പാസ്റ്റർമാർ ഒരു പാത്രത്തിൽ നിന്നോ 9 പാത്രത്തിൽ നിന്നോ ഇത് കുടിക്കണമോ എന്ന് ചോദിച്ചാൽ ആഞ്ഞൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അങ്ങനെ കുടിക്കണമെന്നൊന്നും നമ്മൾ നോക്കുമ്പോൾ കുടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കുടിച്ചില്ല എന്ന് ഓർത്ത് കർത്താവിനോടുള്ള സ്നേഹമൊക്കെ പോവോ? അങ്ങനെ വാക്കിയുണ്ടോ ഇങ്ങനെ വാക്കിയുണ്ടോ എന്നൊക്കെ വേണേൽ ഇവർ ചോദിച്ചു കളയും. കൊങ്ങായിക്ക് ശരിക്കും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. കാലം മാറുന്നതിനനുസരിച്ച് കോലം കിട്ടുകയാണ്. ഇന്നലെ ഞാനൊരു സൂചന പറഞ്ഞില്ലേ,
അതിനു മുമ്പിൽ വിശ്വാസികളെയും പാസ്റ്ററെയും ഒക്കെ കൂട്ടി നിർത്തിയിരിക്കുകയാണ് ബജ്രംഗ് ദളുകാർ. എന്നിട്ട് അവരുടെ എല്ലാം കയ്യിലിരിക്കുന്ന ബൈബിളും ലിറ്ററേച്ചറുകളും മറ്റു കാര്യങ്ങളും എല്ലാം വട്ടത്തിൽ അവിടെ കൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് പാസ്റ്ററുടെ കയ്യിലേക്ക് മണ്ണെണ്ണ കൊടുത്തു, ഒഴിച്ചോളാൻ പറഞ്ഞു. മണ്ണെണ്ണയോ പെട്രോളോ ഏതാണ്ട് പാസ്റ്റർ ഒഴിച്ചു. കത്തിച്ചോളാൻ പറഞ്ഞ് തീയും കൊടുത്തു, പുള്ളി കത്തിച്ചു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ, രാജസ്ഥാനിൽ സംഭവിച്ചൊരു കാര്യം 6-7 വർഷം പുറകിൽ. അതായത് ഒരു മുസ്ലിം, വന്യ വയോധികനായൊരു മുസ്ലിമിനെ പിടിച്ച് അവർ ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞ് അടിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ആ ഉപദ്രവിച്ച സമയത്ത് അടി കൊണ്ട് ആ മനുഷ്യൻ്റെ ബോധം പോയി കാണും. അവസാനം വരെ അടിച്ചിട്ടും അയാൾ പറഞ്ഞു, ഒരിക്കലും ഞാൻ പറയില്ല സ്നേഹിതരെ, കാരണം എനിക്കൊരു പ്രമാണമുള്ള ആളാണ്, ഞാൻ എൻ്റെ വിശ്വാസത്തെ തള്ളി പറയില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. എന്തു ആകട്ടെ, അയാളുടെ വിശ്വാസമോ കാര്യമൊക്കെ എവിടെയും കിടക്കട്ടെ. ആ ഒരു കാര്യത്തിന് വേണ്ടി അവർ നിന്ന് ആ നിൽപ്പ് കണ്ടില്ലേ? നമ്മുടെ സൈഡിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത് ഈ അച്ചടിച്ച പുസ്തകത്തിലൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിലാണ് ക്രിസ്തു ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് കത്തിച്ചു എന്ന് ഓർത്ത് വലിയ കുഴപ്പമില്ലെന്നാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടത്. ഓക്കെ, അവർ കത്തിക്കുകയാണെങ്കിൽ കത്തിച്ചോട്ടെ. ബജ്രംഗ് ദളുകാരോ BJP-ക്കാരോ ഇത് കത്തിച്ചെന്നോർത്ത്, ബൈബിള് കത്തിച്ചെന്നോർത്തൊന്നും ക്രിസ്തീയ വിശ്വാസത്തെ കത്തിച്ച് കളയാൻ പറ്റില്ല. അതൊക്കെ അവിടെ കത്തിച്ചോട്ടെ. പക്ഷേ ഒരു ശുശ്രൂഷകൻ ഇത് കത്തിക്കാനായിട്ട് നിന്ന് കൊടുക്കണോ? അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യത്രേ ഉള്ളൂ. ഞാൻ ആ ശുശ്രൂഷകനെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. അവർ തടി കേടാകാതെ സൂക്ഷിച്ചതാണ്, അത് നമുക്ക് മനസ്സിലായി. സത്യത്തിൽ അങ്ങനെയല്ലായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത്. വേറെയും ഒത്തിരി ഭക്തന്മാർ വടക്കേ ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ക്രിസ്തുവിശ്വാസത്തെ ഘോഷിച്ചവരുണ്ട്. അവർ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ള നിലയിൽ തന്നെ നിന്നവരുണ്ട്. കോംപ്രമൈസ് ചെയ്യാൻ പോയിട്ടില്ല. അവർ പെട്രോൾ ഒഴിക്കാനോ തീ കത്തിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഈ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവ ഈ അഴഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഞാനാ പറഞ്ഞത്. അഴഞ്ഞു പോകുന്നതിന് താൽക്കാലികമായി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് പോയിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് മടങ്ങി വരുന്ന വഴിക്കൊരു ദേവദാസൻ്റെ ഫോൺ കോൾ വന്നു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം വിളിക്കാനുണ്ടായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളുടെ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാതി മെസ്സേജ് കേട്ടു, ഒരു പാനപാത്രവും ഒരപ്പവും എന്നൊക്കെയുള്ള കാര്യം നമ്മൾ വിശദീകരിച്ചത് അദ്ദേഹം കേട്ടു. മുഴുവൻ കേട്ടില്ലെങ്കിലും അത്രയും കേട്ട സ്ഥിതിക്ക് ആ മെസ്സേജ് അവിടെ നിർത്തിയിട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയായിരുന്നു. ഞങ്ങൾ 1/4 മണിക്കൂർ സംസാരിച്ചു. അവിടുന്ന് ട്രിവാൻഡ്രത്ത് ഞാൻ കൊല്ലത്തേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ വാഹനത്തിലിരുന്ന് അദ്ദേഹവുമായിട്ട് ഒരു 1/4 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ ഈ പറയപ്പെടുന്ന ഉപദേശത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പൊരുതി നിന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവമേ, മലയാളക്കരയിലും എത്രയോ മനുഷ്യർ അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇവിടുത്തെ പേര് കേട്ട പല പാസ്റ്റേഴ്സിൻ്റെയും ഡ്യുവൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച്, അതായത് ഭിന്നമായ മുഖങ്ങൾ, ഭിന്ന സ്വഭാവങ്ങൾ, അതായത് നിലനിൽപ്പിന് വേണ്ടി അവർ ഓരോരോ കാര്യങ്ങൾ മറിക്കുന്നതും തിരിക്കുന്നതും ഒക്കെ അദ്ദേഹം പറയാനിടയായി. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്നും ആ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനാണ്. അപ്പോൾ തന്നെ ഒരു കൂട്ടായ്മ നടത്തുന്നു. കുറേ വിശ്വാസികൾ തന്നോട് കൂടെയുണ്ട്. അവരൊരുമിച്ച് ഉപദേശത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു 50 വർഷം മുമ്പുള്ള പെന്തക്കോസ്ത് അതിനെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന്. ഒരു 50 വർഷം മുമ്പുള്ള പെന്തക്കോസ്ത് എങ്ങനെയാണ് മുന്നോട്ട് പോയത്, ആ രീതിയിൽ ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ ചിന്തിക്കുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു റിയാക്ഷനാണ് പറയുന്നത്. ഒരു വ്യക്തി എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു വന്നതിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്നും ഞാൻ കേട്ടൊരു കാര്യമാണ്, ഇന്ന് നമ്മളീ പറയുന്ന പെന്തക്കോസ്ത് സമൂഹം, അതായത് വെളിപ്പാടുകളിൽ വചനത്തിൻ്റെ വലിയ നിശ്ചയങ്ങളിൽ നിൽക്കുന്നൊരു സമൂഹം തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്നും കത്തോലിക്കനും ഓർത്തഡോക്സുകാരനൊക്കെ ഇരുട്ടി തപ്പുന്ന അനേക കാര്യങ്ങൾക്ക് ഉത്തരവുണ്ട്. ഇവിടെ നമ്മുടെ ശുശ്രൂഷകന്മാരും നമ്മുടെ വിശ്വാസികൾക്കൊക്കെ ആ കാര്യത്തിലൊക്കെ നല്ല ഉത്തരവാണ്. യോഹന്നാൻ 3-ാം അധ്യായം ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് പെന്തക്കോസ്തുകാർ അത് പറയും. അതേസമയം കത്തോലിക്കർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. വീണ്ടും ജനനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നാ പറയും? വെള്ളം തളിച്ചേക്കാൻ പറയും. യോഹന്നാൻ 6-നെ കുറിച്ച് 2 വാക്ക് പറയാമോന്ന് ചോദിച്ചാലോ, അപ്പോൾ അവർ പറയും അത് മാംസമായിട്ട് രക്തമായിട്ട് മാറുമെന്ന് പറയും. നമ്മളെ സംബന്ധിച്ച് അതിനൊക്കെ ഉത്തരവുണ്ട്.
അങ്ങനെ ഉത്തരമുള്ളൊരു സമൂഹമാണ് നമ്മൾ. എന്നാൽ ആ സമൂഹത്തെക്കുറിച്ച് ആ ദൈവദാസൻ്റെ വിലയിരുത്തൽ, ഈ പറയപ്പെടുന്ന സമൂഹത്തിൻ്റെ നടുവിൽ ആ ആദ്യ സ്നേഹമൊന്നുമില്ല. യാന്ത്രികത ഭയങ്കരമാണ്. യാന്ത്രികമായി വരുന്നു. നുറുക്കിയിട്ട് അപ്പമായിട്ട് പാത്രം വരുന്നു, ഒരു കഷ്ണം ഓരോരുത്തർക്കും കൊടുക്കുന്നു, ചുമ്മാ തിന്നോ. അതുപോലെ തന്നെ കുറേ കപ്പുമായിട്ട് വരുന്നു, അത് കുറേശ്ശെ കുടിച്ചിട്ട് വീട്ടിൽ പൊക്കോ, അത്രയേ ഉള്ളൂ. മറ്റേ അങ്ങനെയല്ല. പണ്ട് കാലത്ത് നമ്മുടെ മലയാളക്കരയിലെ ആ ഒരു വാസമൊക്കെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. പണ്ട് കാലത്ത്, അത് ഇവിടെ കോടീശ്വരന്മാരെല്ലാം ഇരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല, വലിയ കോടീശ്വരന്മാരല്ലാത്തവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു 50 വർഷം മുൻപൊക്കെ ഈ സെൻട്രൽ കേരളയിലും സെൻട്രൽ ട്രാവൻകൂറിലും ഒക്കെ, അല്ലെങ്കിൽ കിഴക്കൻ പ്രദേശങ്ങളിലും കൂട്ടിക്കോ, ഈ കിഴക്കൻ പ്രദേശങ്ങളിലും ഒക്കെ ഈ പുല്ല് മേഞ്ഞ വീടുകളുണ്ട്. അതുപോലെ പനയോല കൊണ്ട് മേഞ്ഞ വീടുകളൊക്കെ. എല്ലാ വീടുകളൊന്നും ഓടൊന്നുമല്ല, അങ്ങനെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും സജീവമല്ലാത്ത കാലം. കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ആളുകൾ ഈ വീട് പുരമേയുക എന്ന് പറയും. അത് ഇങ്ങനെ 1 കൊല്ലോ 2 കൊല്ലോ എത്രയോ കാലം കഴിയുമ്പോൾ അതിങ്ങനെ മാറ്റി മേഞ്ഞെടുക്കുക. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം അകത്ത് വരുമല്ലോ. അങ്ങനെ ആ കൂട്ടായ്മയിലുള്ള ഒരു പ്രിയപ്പെട്ടവൻ്റെ വീട് മേയുന്ന സമയത്ത് ബാക്കി എല്ലാവരും സഹകരിക്കും. മറ്റൊരാളുടെ വീടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാക്കി എല്ലാവരും അവിടെ കടന്നു ചെല്ലും എന്ന് വേണ്ട, ബാക്കി എല്ലാവരും അവിടെ കടന്നു ചെല്ലും. അങ്ങനെ കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിച്ച ആളുകൾ. സത്യത്തിൽ മലയാളക്കരയിലെ പെന്തക്കോസ്ത് മുന്നേറ്റത്തെക്കുറിച്ച് ഒത്തിരി പഴമക്കാർ പറഞ്ഞ് കേട്ടിരിക്കുന്ന, എന്നോട് നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്ന, വളരെ പ്രായമുള്ളവർ പറഞ്ഞ് കേട്ടിരിക്കുന്ന സുവിശേഷ സത്യങ്ങൾ അവരെ ആകർഷിച്ചു എന്ന് പറയുന്ന സത്യമാണെങ്കിൽ തന്നെയും അതായത് ചരിത്രത്തിലെ ഒരു വിസ്മയം തന്നെയായിരുന്നു ഈ സമൂഹത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അത് ഒരു കൂട്ടർക്ക് അവകാശപ്പെടാനില്ലാത്തൊരു സംഭവമായിരുന്നു കൂട്ടായ്മ എന്ന് പറയുന്നൊരു സംഭവം. ഭയങ്കര ഒരു കുടുംബം പോലെയായിരുന്നു അവർ, ഒരു കുടുംബം പോലെയായിരുന്നു. ആ ദൈവസ്നേഹത്തിൽ അവർ മുൻപോട്ട് പോകുന്നത്. ഒരുവൻ എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ വന്ന്, ഈ കാക്കി എല്ലാം കൂടെ ഒരുമിച്ച് പറന്നു വരുന്നെന്ന് പറഞ്ഞ പോലെയാ, വന്ന് എല്ലാം കൂടെ കൂടി പ്രാർത്ഥനയും ജാഗരണവും അതിലൊരു വിടുതൽ കണ്ടിട്ടേ അവർ എഴുന്നേൽക്കുകയുള്ളൂ. അങ്ങനെയായിരുന്നു കൂട്ടായ്മയുടെ ആ മഹത്വം. ഭയങ്കരമായിരുന്നു. ആ ഒരു സമൂഹം ഇന്ന് എത്തി നിൽക്കുന്നത് പേരുകൊണ്ട് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മർത്തോമയോ ഇവാഞ്ചലിക്കലോ CSIയോ അല്ലെങ്കിൽ ലൂഥറാണോ ആ ഒരു കൂട്ടത്തിൽ പോലെ അല്ലാതെ എന്താ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്? വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മുടെ സഹോദരിമാർ ഈ ഞാത്തൊക്കെ ഇല്ലാത്തവരായിരിക്കും. അതല്ലാതെ സ്വഭാവത്തിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഒരേ സ്വഭാവത്തിലാണ് പോകുന്നത്. വലിയ പങ്കും വേറിട്ട ജനം ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയ പങ്കിൻ്റെ കാര്യം പറഞ്ഞ്. അപ്പം ഇതിലേക്കൊക്കെ നമ്മളെ നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴാണ് അതാത് സമയങ്ങളിൽ ശുശ്രൂഷകന്മാർ കാര്യങ്ങളെ അയച്ചയച്ചു വിട്ടു. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് അവസാനിപ്പിക്കുന്ന സമയത്ത് വായിച്ചത് ലേവ്യാപുസ്തകം 22:9 നിങ്ങളെൻ്റെ വചനം പ്രമാണിക്കണം, എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങൾ പാലിക്കണം, അത് നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ പോലെ നിങ്ങൾ കരുതണം, സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അല്ലെങ്കിൽ പാപം കടന്നു വരും, അതിലൂടെ മരണത്തിലേക്ക് പോകേണ്ടി വരും. അതാണ് സൂചന. പഴയ നിയമത്തിലെ പുരോഹിതന്മാരോട് പറഞ്ഞതാണ്. അതേ കാര്യം പുതിയ നിയമ പുരോഹിതന്മാർക്ക് ബാധകമല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൊറോണയ്ക്കൊക്കെ ശേഷം ഭയങ്കരമായിട്ട് ഹൃദയങ്ങളകന്നുപോയി. നിങ്ങൾ നോക്കുമ്പോൾ ചുമ്മാ പല കപ്പി കുടിച്ചു എന്ന് പറയുന്ന അന്താരാഷ്ട്ര കാര്യമാണത്, ആകാശം ഇടിഞ്ഞു വീഴുന്നതാണെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ശരി തന്നെയാണ്. ആകാശമൊന്നും ഇടിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഹൃദയങ്ങളൊക്കെ ഒത്തിരി അകന്നുപോയെന്നേ. യാന്ത്രികത ഭയങ്കരമാണ്. ഹൃദയങ്ങളൊക്കെ ഒത്തിരി അകന്നുപോയി. യാന്ത്രികത ഭയങ്കരമാണ്. വേറൊരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ബോധേടൊന്നുമല്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് നൊമ്പരമൊന്നുമില്ല അതിനകത്ത്. എത്രയോ സ്ഥലങ്ങളിലാണെന്നറിയോ ബന്ധങ്ങൾ ഉലഞ്ഞു പോയിരിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ ബന്ധങ്ങൾ ഉലഞ്ഞു പോയി. എനിക്കറിയാവുന്ന ഒത്തിരി ചരിത്രങ്ങളുണ്ട്. എനിക്കറിയാവുന്ന തന്നെ ഒത്തിരി ഹിസ്റ്ററികൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ആദ്യ സ്നേഹവും ആ ഒരു ദൃഢതയും ആ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം അതൊക്കെ ഇന്ന് കാണാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിലാണ് സഹോദരങ്ങളെ നമ്മൾ ആ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നത്. ആ വിഷയം ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ അത് കേട്ടിട്ട് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകുകയാണെങ്കിൽ തങ്ങളുടെ സീനിയർ പാസ്റ്റർമാരോ ചുറ്റുപാടുമുള്ള മറ്റു പാസ്റ്റർമാരോ അവരൊക്കെ എന്തും ചെയ്യട്ടെ, അതൊന്നും കുഴപ്പമില്ല, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വിശ്വാസികളെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കും എന്നൊരു നിലയിലേക്ക് ആരെങ്കിലും എത്തിച്ചേരുകയായിരുന്നെങ്കിൽ എന്നോർത്താണ് നമ്മൾ അത്രയും പറഞ്ഞത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യവും കൂടെയുണ്ട്.
മറ്റൊരു കാര്യം കൂടെയുണ്ട്. അത് ഈ കർത്തൃമേശയുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഇതൊന്നും ഇങ്ങനെ പറഞ്ഞാലൊന്നും ആളുകളെ സ്പർശിക്കുന്നില്ല, ഏൽക്കുന്നില്ലാത്തതിൻ്റെ കാരണം ഇപ്പം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുമെങ്കിലും പുതുതായിട്ട് വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് നമ്മളതിൻ്റെ കാര്യകാരണമൊക്കെ പറഞ്ഞെങ്കിലും അവരെ അത് സ്പർശിക്കാത്തതിൻ്റെ കാരണം ഈ വിഷയം ശരിക്കും സമർത്ഥിക്കണമെങ്കിൽ രക്ഷ മുതൽ തുടങ്ങണം. കേൾക്കണം, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. രക്ഷ മുതൽ തുടങ്ങണം. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന ആ കിടപ്പ് കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെക്കണം. ഒരു കണ്ണിന് വലിവ് തോന്നാതെ കിടന്നൊരു കിടപ്പ്, ആ പടുകുഴിയിൽ, ആ ചേറ്റുകുഴിയിൽ മുങ്ങി താണുകൊണ്ടിരുന്ന ആ കാഴ്ച കണ്ണാലെ കാണിക്കണം. അവിടേക്കാണ് സുവിശേഷം കടന്നു വന്നത്. ഒരു ഗുഡ് ന്യൂസ് നമ്മൾ കേൾക്കുകയാണ്. നീ മുങ്ങിച്ചാകേണ്ടവനല്ല, നീ ഇങ്ങനെ മുങ്ങി 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 അവസാനം തീപ്പൊയ്കയിൽ എത്തേണ്ടവനല്ല, അല്ലെങ്കിൽ എത്തേണ്ടവളല്ല എന്ന ആ ഗുഡ് ന്യൂസ് നമ്മൾ കേട്ടു. നീ അനുഭവിക്കേണ്ട ശിക്ഷ, അതുപോലെ നീ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ, അതിലൂടെ എല്ലാം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കടന്നുപോയി ആ ശിക്ഷ താൻ ഏറ്റെടുത്തു. പകരക്കാരൻ എന്ന നിലയിൽ ആ ശിക്ഷ താൻ ഏറ്റെടുത്തു. നിന്നെ സ്വതന്ത്രമാക്കാൻ വേണ്ടി, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി രക്ഷകൻ അവതരിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിന്നെ അറിയിക്കുകയാണെന്നാണ് സുവിശേഷം പറയുന്നത്. അത് കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു ആശ്വാസം, ആ സുവിശേഷം നമ്മെ സ്പർശിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കേൾപ്പിക്കണം. 1 കൊരിന്ത്യർ ലേഖനമൊക്കെ മുമ്പിൽ വരണം. കുലഹീനവും ബലഹീനവും പിൻകോഡും അഡ്രസ്സും ഇല്ലാത്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നേ. അതുപോലെ തന്നെ ചത്ത നായെ പോലെ കിടന്നതാ, അല്ലേ? ചത്ത നായെ പോലെ കിടന്നതാ. ഇപ്പൊ മഹാരാജാവിന്റെ കൂടെ പന്തിക്കിരിക്കുകയാണ്. മെഫിബോശത്ത് ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാ? മഹാരാജാവിന്റെ കൂടെ പന്തി ഭോജനത്തിന് ഇരിക്കുക. നേരത്തെ എന്താ പറഞ്ഞത്? ചത്ത നായെ പോലെയുള്ള അടിയൻ എന്നാ പറഞ്ഞത്. അതൊരു വാസ്തവമാ, അല്ലേ? അത് നമ്മെ സംബന്ധിച്ച് വാസ്തവമാണ്. നമ്മുടെ ഇന്നലകളാണത്. അതേപോലെ തന്നെ നമ്മളെ കഴുത്തൊടിക്കാൻ വെച്ചിരുന്നതാണ്. കഴുത്തൊടിക്കാൻ വലിയ മേന്മയൊന്നും ഇല്ലെന്നേ സഹോദരങ്ങളെ. എന്ത് മേന്മയുണ്ടെന്നാ? വിസ കിട്ടി ന്യൂസിലാൻഡിൽ വന്നോർത്ത് അങ്ങനെ വലിയ മേന്മയുണ്ടോ? ഈ ഇരിക്കുന്ന പുള്ളികളെ എല്ലാം കഴുത്തൊടിക്കാൻ വെച്ചാർന്നതാ. കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളാണ് ഇരിക്കുന്നതല്ല. ഒരു കഴുതയാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ കഴുത്തൊടിക്കാൻ വെച്ചിരുന്ന കഴുതകളായ നമ്മെ ദൈവകുഞ്ഞാടിനെ പകരം കൊടുത്തുകൊണ്ട്, അല്ലേ? ദേവാട്ടിൻകുട്ടിയാണ് പകരം കൊടുത്തത്. അങ്ങനെയാണ് ആ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചത്. കഴുത്തൊടിക്കുന്നതിന് പകരം ആട്ടിൻകുട്ടിയെ കൊടുക്കേണ്ടതുണ്ട്. കഴുതയ്ക്ക് വേണ്ടി ആരെങ്കിലും ആട്ടിൻകുട്ടിയെ കൊടുക്കുമോ? നമുക്ക് വേണ്ടി വിലപിടിപ്പുള്ളൊരു ആട്ടിൻകുട്ടിയെ തന്നെ കൊടുത്തു. വിലയില്ലാത്ത കഴുതയ്ക്ക് വേണ്ടി വിലയുള്ള ആട്ടിൻകുട്ടിയെ കൊടുത്തു. അങ്ങനെയാണ് വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. ഇതെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ വരണം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപദേശി നിനക്ക് എങ്ങനെ പല കപ്പിലേക്ക് ഒഴിക്കാൻ തോന്നും? നിന്റെ കൈ വിറക്കില്ലേ? നിന്റെ കൈ വിറക്കില്ലേ? നിന്റെ കൈ ഇപ്പൊ വിറച്ചില്ലേലും പിന്നീട് വിറയ്ക്കും. ഓർത്തോ, കുറിച്ചു വെച്ചോ. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, തല മുഴുവൻ നരച്ച ഉപദേശിയാണെങ്കിലും ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും ഈ ജനത്തെയെല്ലാം വഴിതെറ്റിച്ചതിന്. ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം, അവരുടെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു ഇൻസിഡന്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് യോശിയാവുമായി ബന്ധപ്പെട്ട്. പിന്നീട് നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരും, കാണുന്ന മറ്റൊരു ഇൻസിഡന്റും ഉണ്ട്. അതായത് ആ വാക്യം ഒന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 34 അധ്യായം തുറക്കുമ്പോൾ അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ ആമോന്റെ മകനായ യോശിയാവിനെയാണ് നമ്മൾ കാണുന്നത്. യോശിയാവിൻ്റെ പിതാവിൻ്റെ പേര് ആമോൻ എന്നാണെന്ന് പറഞ്ഞു. അവൻ്റെ പിതാവിൻ്റെ പേര് മനശ്ശെ എന്നാണെന്ന് നമ്മൾ കണ്ടു, അല്ലേ? അതെ, അവൻ്റെ പിതാവിൻ്റെ പേര് മനശ്ശെ എന്നാണ്. അങ്ങനെ ഹിസ്കിയാവിനുണ്ടായ മകനാണ് മനശ്ശ. അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം ചെയ്തില്ല, ദാവീദിൻ്റെ വഴിയിൽ നടന്നില്ല. അതേസമയം തൻ്റെ കൊച്ചുമോനായ യോശിയാവ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. തെക്കേ ദേശത്ത് അഥവാ യഹൂദയിൽ ധാരാളം രാജാക്കന്മാർ വന്നിട്ടുണ്ട്. ദാവീദ് ഒത്തിരി കാര്യങ്ങളിൽ അവർക്ക് മാതൃകയായിട്ട് ഇരുന്നിട്ടുണ്ട്. ദാവീദിൻ്റെ വഴികൾ, ദാവീദ് തുറന്നു വെച്ച വഴികൾ, ആ വഴികളെക്കുറിച്ചൊക്കെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ യോശിയാവിൻ്റെ ഒരു കാലം നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരികയാണ്. അങ്ങനെ 34 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവൻ പൂജാഗിരികളുടെ അസ്ഥികളെ അവരുടെ ബലിപീഠങ്ങളിൽ ദഹിപ്പിക്കുകയും യഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു. ആ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത് യോശിയാവ് യഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 8-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം, ദേശത്തെയും യെരൂശലേം ദൈവാലയത്തെയും വെടിപ്പാക്കി. മുകളിൽ വായിച്ചതും അങ്ങനെ തന്നെയല്ലേ? മുകളിൽ വായിച്ചതും അങ്ങനെ തന്നെയാണ്. അവൻ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കി. അതിന് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ലൈനുണ്ട്. അതിനകത്ത് അത് യെരൂശലേം ദൈവാലയത്തോടുള്ള ബന്ധത്തിലാണ്. യഹൂദ രാജാക്കന്മാർ ആ ദൈവാലയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പല പണികളും നശിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് കാണുന്നത്. മുൻഗാമികൾ പലതും നശിപ്പിച്ചിരുന്നു. അതിൻ്റെ 14-ാം വാക്യത്തിൻ്റെ ഒരു പാതി മുതൽ നമ്മൾ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്: ആ സമയത്ത് പുരോഹിതനായ ഹില്ക്കിയാവ് ദൈവാലയമൊക്കെ വെടിപ്പാക്കി കൊണ്ടുവന്ന സമയത്ത് മോശ മുഖാന്തരം യഹോവ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ന്യായപ്രമാണ പുസ്തകം അവർക്ക് ലഭിക്കുകയാണ്. ന്യായപ്രമാണ പുസ്തകം ഇല്ലായിരുന്നു ഇത്രയും നാളും. അതിപ്പോൾ കണ്ടുകിട്ടുകയാണ്. അത് കണ്ടുകിട്ടിയ കാര്യത്തെക്കുറിച്ച് താഴേക്ക് വായിക്കുകയാണ്. നിങ്ങളത് വായിച്ചോണം. ഞാനിപ്പോൾ അത് വായിക്കാനായിട്ട് പോകുന്നില്ല, സമയം പോയി. അങ്ങനെ അത് കണ്ടുകിട്ടിയ കാര്യം രാജാവിനെ അറിയിക്കുകയാണ്, രാജാവിനെ ബോധിപ്പിക്കുകയാണ് 18-ാം വാക്യത്തിൽ. എന്നിട്ട് 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. അതായത് ഹില്ക്കിയ പുരോഹിതൻ കൊണ്ടുവന്ന് ന്യായപ്രമാണം വായിച്ചു കേൾപ്പിച്ചു. കാര്യങ്ങളെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഈ കണായ കാലം ഇതൊന്നും ഇല്ലായിരുന്നു. ചടങ്ങിന് കുറച്ച് പരിപാടികൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ചടങ്ങിന് കുറച്ച് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. എവിടെന്നെങ്കിലും കുറച്ച് ബ്രെഡ് മുറിച്ചിട്ടത് മേടിച്ചോണ്ട് വന്നു, എവിടെന്നെങ്കിലും കുറച്ച് മുന്തിരിച്ചാറ് മേടിച്ചോണ്ട് വന്നു. അത് പല കപ്പിലും ഒഴിച്ച് ഇങ്ങനെ കുടിച്ച് 1 മണിയായിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രമാണം കണ്ടെത്തിയത്. പ്രമാണമൊക്കെ മറഞ്ഞു കിടക്കുകയായിരുന്നേ. പ്രമാണം കണ്ടെത്തി. അത് വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. തൻ്റെ സന്തോഷാധിക്യത്താലാണത്. എന്നിട്ട് അതിൻ്റെ 21-ാം വാക്യത്തിൻ്റെ പാതി മുതൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതാണ് കേൾക്കേണ്ടത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കാതെ വണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവർക്ക് മുൻപുണ്ടായിരുന്ന പൂർവന്മാര് വചനത്തെ വളച്ചൊടിച്ചു കളഞ്ഞു, വചനപ്രകാരം ജീവിച്ചില്ല. അങ്ങനെ മുൻപോട്ട് പോയ ആ ഒരു കാലഘട്ടത്തെ അവർ ഓർത്തെടുത്തുകൊണ്ട് പറയുകയാണ്, അങ്ങനെ നടക്കാതിരുന്നുകൊണ്ട് ദൈവത്തിന്റെ കോപം നമ്മുടെ മേലുണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാരെ കുറിച്ചൊക്കെ കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അന്നത്തെ തലമുറ എന്തു പറയും? കർത്താവ് വരാൻ താമസിച്ചാൽ എല്ലാം മാറ്റിമറിച്ചവന്മാരാണ്. ഒത്തിരി കാര്യങ്ങൾ മാറ്റിമറിച്ചു. ഒത്തിരി കാര്യങ്ങൾ. ക്രൂശ് പ്രസംഗിച്ചില്ല, ഈ ലോകം പ്രസംഗിച്ചു. ഭൗതിക കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തു. അബ്രഹാമിന്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ ആളുകളെ കറക്കിക്കളഞ്ഞു. അതുപോലെ തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനെ വിശ്വാസ സ്നാനത്തിന് ഇറക്കേണ്ടതിന് പകരം നേരെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുന്ന കാലം വന്നു. അതുപോലെ തന്നെ ഒരപ്പത്തിൽ നിന്നും ഒരു പാനപാത്രത്തിൽ നിന്നും കുടിക്കേണ്ടതിന് പകരം പല പാത്രത്തിൽ നിന്ന് കുടിക്കുന്ന സാഹചര്യങ്ങളെ വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നില്ലേ? അതിനൊക്കെ കാരണക്കാരായ പൂർവന്മാരായ ശുശ്രൂഷകന്മാരെന്ന് അടുത്ത ഒരു തലമുറ പറയാനായിട്ട് ഇടവരും. എല്ലാം മാറ്റിമറിച്ച് കളഞ്ഞു. മുൻപോട്ട് നമ്മൾ നോക്കുമ്പോൾ 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിടാം. അതിന്റെ 13-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവർ വിധി പോലെ പെസഹ തീയിൽ ചുട്ടു, നിവേദിതങ്ങളെ കലങ്ങളിലും കുടങ്ങളിലും. ഓക്കെ, ഞാൻ ആ ഒരു ലൈൻ മാത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 13-ാം വാക്യത്തിലെ ആദ്യ ലൈൻ മാത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അവർ വിധി പോലെ, അതായത് പ്രമാണപ്രകാരം പെസഹ തീയിൽ ചുട്ടു. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് എവിടെയാ? പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ മാംസം തീയിൽ ചുട്ട് ഭക്ഷിക്കേണ്ടതാണ്. കാലാന്തരത്തിൽ അത് എങ്ങനെയോ ഭക്ഷിച്ചു എന്നല്ലേ വരുന്നത്? ഭക്ഷിച്ചു കാണും, ഭക്ഷിക്കാതിരിക്കില്ല. പക്ഷെ അത് തീയിൽ ചുട്ടായിരിക്കില്ല ഭക്ഷിച്ചത്, വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ഭക്ഷിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഒരു തിരുത്തൽ എന്ന വണ്ണം കൃത്യമായിട്ട് ആ വാക്ക് വന്നത്. തീയിൽ ചുട്ടു എന്ന് എഴുതിയിരിക്കുകയാണ്, തീയിൽ ചുട്ടു എന്ന്. അപ്പൊ ഈ കണായ കാലമൊക്കെ എന്താ സംഭവിച്ചത്? വേറെ രീതിയിലാണ് ചെയ്തത്. ഇനി താഴെ ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാവും. 18-ാം വാക്യം: ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേൽ ഇതുപോലൊരു പെസഹ ആചരിച്ചിട്ടില്ല. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി മുൻപോട്ട് യാത്ര ചെയ്ത് വാഗ്ദത്തദേശത്തെത്തിയ ജനം, ആ സമയം നമുക്കറിയാം യോശുവായുടെ കാലമാണ്. അത് കഴിഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ പിന്നത്തേതിൽ ന്യായാധിപന്മാരുടെ കാലമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തേക്ക് വരുമ്പോഴാണ് ശമൂവേൽ പ്രവാചകനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേൽ ഇതുപോലെ ചട്ടപ്രകാരം പെസഹ ആചരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ അതിനു മുമ്പൊക്കെ പെസഹ ആചരിച്ചിരുന്നു, പക്ഷെ ചട്ടപ്രകാരം ആയിരുന്നില്ല.
എന്തെല്ലാം അനർത്ഥങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കോപം അവരുടെ മേലുണ്ടായിരുന്നു പലപ്പോഴും. ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളല്ല അവരുടെ രാജാക്കന്മാർ ചെയ്തിരുന്നത്. അവരുടെ ഇടയിൽ ധാരാളം പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇവരെ വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവാചകനായ ഇരമ്യാവ് എന്താ പറഞ്ഞത്? ഇരമ്യാവ് പറഞ്ഞത് ശാസ്ത്രിമാരുടെ കള്ളെഴുത്തുകോലിനെ കുറിച്ചും അതുപോലെ അവരെ വഴിതെറ്റിച്ച് കളഞ്ഞ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ഇരമ്യാവ് പറയുന്നുണ്ട്, അല്ലേ? അതുപോലെ അവരെ വഴിതെറ്റിച്ച് കളഞ്ഞ പ്രവാചകന്മാർ, പശൂർ മുതലായ പ്രവാചകന്മാർ, ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ആ ഒരു ചരിത്രം. അപ്പോൾ ഇവിടെ നോക്കുക, ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ലെന്ന്. ഇനി നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞത് ഇസ്രായേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ അവർ കൂടാരപ്പെരുന്നാൾ ആചരിച്ച കാര്യമാണ് പറയുന്നത്. അത് ചരിത്രത്തിൽ ഇതുവരെ ചട്ടപ്രകാരം അതുപോലൊരു കൂടാരപ്പെരുന്നാൾ ആചരിച്ചിട്ടില്ലെന്ന്. അതായത് കാര്യങ്ങൾ വഴുതി പോയായിരുന്നു, പിന്നെ യാന്ത്രികമായി പോയിരുന്നു, മാനുഷികമായ കൽപ്പനകളാലും മാനുഷിക നിയന്ത്രണങ്ങളാലും പോയിരുന്നു. പ്രമാണത്തെ ഉറ്റുനോക്കിയിട്ട് അതിൻ പ്രകാരം അല്ലായിരുന്നു പിന്നീട് ശുശ്രൂഷാക്രമങ്ങളൊക്കെ പോയത്. അപ്പോൾ അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കും. ഇവിടെ നമ്മൾ കണ്ടത് യോശിയാവിനെയാണ്. അതുപോലെ യഹിസ്കിയാവിനെ അതുപോലെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ യെസ്രായെയും നെഹമ്യാവിനെയും നമ്മൾ കാണുന്നുണ്ട്. അവരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. ജനത്തെ പ്രമാണത്തിലേക്ക് മടക്കി വരുത്തും. പ്രമാണത്തിലേക്ക് മടങ്ങി വന്നാൽ അവരുടെ ഉള്ളിൽ ആ സന്തോഷം ഉണ്ടാകും. അവർ ദൈവത്തെ ഭയപ്പെടാൻ ആരംഭിക്കും. ദൈവത്തെ ഭയപ്പെടാൻ ആരംഭിക്കുമ്പോൾ തന്നെ അവർ ദൈവിക ജ്ഞാനത്താൽ നിറയും. എന്താ ഇന്നത്തെ പെന്തിക്കോസുകാർക്ക് വചന നിശ്ചയമൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം? ദൈവഭയമില്ല. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ആ ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആളുകൾ തെക്കോട്ടും വടക്കോട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് കൊറോണ കാലത്തിന് ശേഷം വലുതായിട്ട് മാറിപ്പോയില്ലേ? പല കപ്പിൽ നിന്ന് കുടിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടെ സംഭവിച്ച വലിയൊരു കാര്യം യാന്ത്രികതയുമായി ബന്ധപ്പെട്ടാണ്. അത് അവിടെ മുതലല്ല, അതിന് മുൻപേ തുടങ്ങിയായിരുന്നു. അത് അവിടെ മുതലൊന്നുമല്ല. അതൊരു 80-കൾ 90-കളൊക്കെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. വലിയ മാറ്റങ്ങൾ, ലോകത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ സഭയിലും അതൊക്കെ പലതും സ്വാധീനിക്കപ്പെടും, അല്ലേ? ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സഭയിലും ഉണ്ടാകും. സഭയിലും പല മാറ്റങ്ങൾക്ക് വിധേയമാകും. അവിടെയാണ് ഞാൻ ആദ്യ സ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും അങ്ങനെ പല കാര്യത്തെക്കുറിച്ചും പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ രക്ഷ മുതൽ തുടങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. രക്ഷ മുതൽ ആ ബോട്ടം ലെവലിലേക്ക് കൊണ്ടുപോകണം ഒരുവനെ. അവിടം വരെ കൊണ്ടുപോയിട്ട് അവനെ കാണിച്ചു കൊടുക്കണം കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ സാഹചര്യത്തിൽ കിടന്നവനാണ് നീ. നിന്നെയാണ് സ്വർഗത്തിലെ ദൈവം ഉദ്ധരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്കെങ്ങനെ പറയാൻ കഴിയും ഞാൻ ഒരു പാത്രത്തിൽ നിന്നൊന്നും കുടിക്കില്ല, ഞാൻ പല പാത്രത്തിൽ നിന്നാ കുടിക്കുകയുള്ളൂ എന്നൊക്കെ? നമ്മുടെ മുമ്പാകെ അനേക വചനങ്ങളുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, കൊരിന്ത്യരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് പലരായ നിങ്ങളെ ഒരു കന്യക എന്ന നിലയിലേക്ക് കൊണ്ടുവരണം. ഒരു കന്യക എന്ന നിലയിലേക്ക്. കന്യകമാരില്ലെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവസഭയെ കന്യകമാരെന്ന് പറയില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവസഭയെ കന്യകയെന്ന് മാത്രമേ വിളിക്കൂ. പല പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന നമ്മൾ ഒരു കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നു. നാം പണിയപ്പെട്ട് ഒരുക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തിൻ്റെ ഭാഗമായി തീരേണ്ടതുണ്ട്. നാം ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളാണ്. അങ്ങനെ നമ്മൾ ആ മഹത്വമുള്ള ശരീരത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ആ മഹത്വമുള്ള ശരീരത്തിൻ്റെ തല ക്രിസ്തുവും ആ ശരീരം എന്ന് പറയുന്നതാണ് തൻ്റെ സഭ. രണ്ടും പറ്റിച്ചേർന്ന് ഒന്നായി തീരുകയാണ്. കാലാന്തരത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? അങ്ങനെ പറ്റിച്ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്ന ആ ശരീരമാണ് സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയേ. തല ക്രിസ്തുവും ശരീരം തൻ്റെ സഭയും ഒരുമിച്ചിരിക്കുകയാണ്. സിംഹാസനങ്ങളില്ല കേട്ടോ, സിംഹാസനമേ ഉള്ളൂ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല കപ്പി കുടിക്കാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്നവർ കേട്ടോളണം. സിംഹാസനങ്ങൾ ഉണ്ടെന്നോർത്ത് നീ മനപ്പായസം ഉണ്ണണ്ട. ഒരു സിംഹാസനമേ ഉള്ളൂ. അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമോ? കറുത്തവനും വെളുത്തവനും ചുവന്നവനും ഒക്കെ ഉണ്ടാവും അവിടെ എല്ലാ സൈസ് ആൾക്കാരും കാണും. അപ്പോൾ അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ,
ഇപ്പം പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി. അതാണ് അതിൻ്റെ മരുന്ന്. ഈ ഒരു സിംഹാസനത്തിൽ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇപ്പോൾ പോകുന്ന പോലെ നിങ്ങളുടെ പാസ്റ്ററുടെ കൂട്ടത്തിൽ 100,000 കപ്പി കുടിച്ച് ഈ മുറിച്ചിട്ടിരിക്കുന്ന കഷ്ണം ഓരോന്നൊക്കെ എടുത്ത് ഇടയ്ക്ക് വായിലിട്ട് ചവച്ചരച്ച് അങ്ങനെ അങ്ങ് പോയാൽ മതി. നിശ്ചയമായും ആ സിംഹാസനത്തിലേക്ക് വരില്ല. ഗ്യാരണ്ടി തരാം, ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ പിന്നെ സങ്കടപ്പെടേണ്ട ആവശ്യം വരില്ല. അവിടെ വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ശരീരമായിട്ട് ഇരിക്കേണ്ടി വരുമോ എന്നുള്ള ഭാരമൊന്നും വേണ്ട. ഇപ്പം പോകുന്ന പോലെ പോയാൽ മതി. അപ്പം അല്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പ്രസംഗിക്കുന്നത്. അല്ലാത്തവർക്കും വേണ്ടിയിട്ടും കൂടെയാണ്, അല്ലേ? അല്ലാത്തവർക്ക് വേണ്ടിയും കൂടെയാണ് നമ്മൾ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറിട്ട് ചിന്തിക്കുന്ന സഹോദരങ്ങൾക്ക് എനിക്ക് അങ്ങനെ പോരാ, എനിക്ക് എൻ്റെ പ്രിയൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ചിരിക്കണം, പറ്റിച്ചേരണം, അവൻ്റെ മാറോട് ചേർന്നിരിക്കണം എന്ന ചിന്തയുണ്ടെങ്കിൽ ഇപ്പോഴുള്ള കളിയൊന്നും പറ്റില്ലെന്ന്. നിങ്ങളുടെ പാസ്റ്റർക്ക് MTH കാണുമായിരിക്കും. MTH ഇല്ലാത്ത പാസ്റ്റർ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. MTH ഉള്ള പുള്ളിയുടെ കൂട്ടത്തിൽ വട്ടം കറങ്ങണോ, MTH ഇല്ലാത്തവൻ്റെ പ്രസംഗം കേട്ടിട്ട് സിംഹാസനത്തിൽ വന്ന് അവനോട് കൂടെ ഇരിക്കണോ? തീരുമാനിച്ചോ. നിങ്ങൾക്ക് എങ്ങനെ വേണേലും പോകാമെന്നേ. ഹീബ്രുവും ഗ്രീക്കും ഒക്കെ വെള്ളം പോലെ അറിയാവുന്ന പാസ്റ്റർ പല കപ്പിൽ കുടിക്കാമെന്ന് ഹീബ്രുവിൽ നോക്കി കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല, നീ അങ്ങനെ തന്നെ പൊക്കോ, ഈ ബലത്തോടെ പൊക്കോ, ഒരു കുഴപ്പമില്ല. അല്ലാതെ ഈ പറഞ്ഞ നിലയിൽ എത്താനും പ്ലാനും പദ്ധതിയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മളിതൊക്കെ പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. സൗരങ്ങളെ 1-2 കാര്യം കൂടെ ഓടിച്ചു പറഞ്ഞ് വേഗം അവസാനിപ്പിച്ചേക്കാം. അതായത് ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെന്ന് പറഞ്ഞല്ലോ. കർത്തൃമേശ എന്തിനായി പകല് നടത്തുന്നത്? കർത്തൃമേശ സന്ധിക്കല്ലേ നടത്തേണ്ടത്, ഈ പകലൊക്കെയാണോ നടത്തേണ്ടതെന്നൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ പറയാൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനത്തെ രീതി വരാത്തത് കൊണ്ട് അത് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളോട് ചോദിച്ചു, ഈ രാത്രി കർത്തൃമേശ അനുവർത്തിക്കുന്ന സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അതിലൂടെ പറയാനുള്ളത്? അപ്പോൾ എനിക്ക് മനസ്സിലായത് 2 കാര്യമാണ്. ഒന്ന്, വേദപുസ്തകത്തിൽ കർത്തൃമേശയുമായി ബന്ധപ്പെട്ട ചില വേദഭാഗങ്ങളൊക്കെ നമ്മുടെ മുമ്പാകെയുണ്ട്. അതൊക്കെ അതായത് സന്ധ്യാസമയത്ത് കർത്തൃമേശ നടത്തിയെന്നുള്ളതാണ് അവരുടെ വാദഗതി. അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പിന്നീട് കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിക്കാനായിട്ട് ഒരുമിച്ച് കൂടിയത് സന്ധ്യാസമയത്താണ്. അപ്പോൾ പുതിയ ഉടമ്പടി സ്ഥാപിക്കാനായിട്ട് കർത്താവ് ഒരുമിച്ച് കൂടിയത് സന്ധ്യാസമയത്താണ്. പിന്നീട് അപ്പോസ്തല പ്രവൃത്തിയിലെ പല വാക്യങ്ങളിലും നമ്മൾ ഈ സന്ധ്യാസമയത്ത് അപ്പം നുറുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളതൊരു ഉപദേശം എന്നുള്ള നിലയിലല്ല പറയുന്നത്, ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ നമ്മൾ സന്ധ്യാസമയത്ത് ഇത് ചെയ്യുന്നതാണ് അഭികാമ്യം എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. അപ്പോൾ അതിന് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില വാക്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 20, അതിൻ്റെ 7-ാം വാക്യം. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ, പൗലോസിന്റെ 3-ാം മിഷൻ യാത്ര അവസാനിപ്പിച്ച് എഫെസോസിൽ നിന്ന് മക്കദോനിക്ക് പോവുകയാണ്. അതാണ് 20-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അദ്ദേഹം യവനദേശത്തെത്തി, അതായത് മക്കദോനിയ പ്രൊവിൻസിലെത്തി. അതിന് 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, മക്കദോനിയിലെത്തിയ പൗലോസ് 3 മാസക്കാലം അവിടെ ചെലവഴിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ മക്കദോന്യ വഴിയായി മടങ്ങി പോകാൻ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ചില സഹോദരങ്ങളും ഉണ്ട്. അതൊക്കെ താഴത്തെ വാക്യങ്ങളുണ്ട്. അവരൊക്കെ അദ്ദേഹത്തോടു കൂടെ ആസി വരെ അവനോട് കൂടെ പോയി. അവർ മുമ്പേ പോയി ത്രോവോസിൽ തങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവോസിൽ അവരുടെ അടുക്കിലെത്തി. 7-ാം ദിവസം അവിടെ പാർത്തു. അങ്ങനെ ഈ യാത്രയിലെ ഇടത്താവളമായ ത്രോവോസിലെത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള വാക്യം, 7-ാം വാക്യം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരാ വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിലിരുന്ന് ഗാഠനിദ്ര പിടിച്ചു. ഓക്കെ, അതൊക്കെ നമുക്ക് ചരിത്രം അറിയാം. എനിവേ, ഇവരവിടെ ഒരുമിച്ച് കൂടിയത് ഒരു ആഫ്റ്റർനൂണിലാകാനാണ് സാധ്യത. സൂക്ഷ്മ സമയമൊന്നുമില്ല. എന്തായാലും ഇപ്പം ഇത് വായിച്ചു വരുമ്പോൾ വിളക്ക് തെളിയിച്ച സമയമാണ്, അല്ലേ? ഇത് വായിച്ചു വരുമ്പോൾ വിളക്കൊക്കെ തെളിയിച്ച സമയത്തിലേക്ക് വന്നു. അതായത് പാതിരാ വരെയും പ്രസംഗം നീട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ അപ്പം നുറുക്കാൻ ഒരുമിച്ച് കൂടിയത് ആഫ്റ്റർനൂണിലാണ്. അതായത് ഒരു സന്ധ്യ, ഒരു 3 മണിന്ന് കൂട്ടിക്കോ, ഒരു 3 മണിയോടൊക്കെയുള്ള ബന്ധത്തിലായിരിക്കാം. ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് അതൊക്കെ അങ്ങനെ സമ്മതിക്കാം. അല്ല, രാവിലെ തന്നെയാണെന്നും വേണേൽ വാദിക്കാം.
രാവിലെ ഒരുമിച്ച് കൂടി അങ്ങനെ ശുശ്രൂഷകളും ആരാധനയൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. പൗലോസ് ഉച്ച കഴിഞ്ഞ് വീണ്ടും പ്രസംഗിച്ചു. ആ പ്രസംഗം പാതിരാ വരെ നീട്ടിയെന്നും വേണേ വാദിക്കാം, എങ്ങനെ വേണേലും വാദിക്കാം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്നു. അതിനുശേഷം ഈ യൂത്തിക്കോസ് എന്ന് പറയുന്ന യൗവനക്കാരൻ അവിടെ കിളിവാതിൽ ഇരിക്കുകയായിരുന്നു. അവൻ വീണ് ആള് മരണത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതായത് പൗലോസ് ഇറങ്ങിച്ചെന്ന് യൂത്തിക്കോസിൻ്റെ മേൽ വീണ് തഴുകി അവനെ പ്രാർത്ഥിച്ച് അവനെ ജീവനുള്ളവനായി മടക്കി കൊണ്ടുവന്നിട്ട് 11-ാം വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. സഹോദരങ്ങളെ, ഇത് അവരുടെ ദിവസേനയുള്ള പ്രാക്ടീസ് അല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പൗലോസ് അവിടെ കടന്നു എന്നത് നിമിത്തം ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് ചിന്തിക്കാം നമുക്ക്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ പൗലോസിൻ്റെ സൗകര്യാർത്ഥമായിരിക്കുക ഒരുപക്ഷെ ആഫ്റ്റർനൂണിൽ കൂടിയത്. അപ്പോൾ ആഫ്റ്റർനൂണിൽ കൂടുക എന്നുള്ള കാര്യത്തിനാണ് ഈ പറഞ്ഞ സഹോദരങ്ങൾ കീഴ്വഴക്കമായിട്ട് ചിന്തിക്കുന്നത്. അപ്പസ്തലന്മാർ അപ്പം നുറുക്കാനായിട്ട് സന്ധ്യാസമയത്ത് ഒരുമിച്ച് കൂടി എന്നുള്ളതിൻ്റെ പല വാക്യങ്ങളിൽ ഒരു വാക്യമായിട്ട് എടുക്കുന്ന ഇതാണ്. അപ്പോൾ അവിടെ എനിക്കൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ സന്ധ്യാസമയത്ത് ഒരുമിച്ച് കൂടി അപ്പമൊക്കെ നുറുക്കാറുണ്ട് കേരളക്കരയിൽ പലയിടത്തും ഒക്കെ ആയിട്ട്. അങ്ങനെ അപ്പമൊക്കെ നുറുക്കിയിട്ട് നിങ്ങളൊരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ പൊടി തട്ടി വീട്ടിൽ പോകും അല്ലേ? നിങ്ങൾ കൂടി ഒരു 9 മണി വരെ ഇരിക്കുമെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഓരോ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ വീട്ടിൽ പോകും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കീഴ്വഴക്കം, പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ചു പുറപ്പെട്ടു പോയി. അപ്പോൾ പുലരുവോളം ഇരിക്കേണ്ടതുണ്ട്. പുലരുവോളം ഇരിക്കാറുണ്ടോ? കീഴ്വഴക്കം അനുസരിച്ച് സന്ധ്യാസമയത്ത് വന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പോയ സമയവും കൂടെ കണക്ക് കൂട്ടണം. വന്ന സമയം മാത്രമാണോ പ്രസക്തിയുള്ളൂ? പോകുന്ന സമയത്തിനും കൂടെ ഒരു പ്രാധാന്യമില്ലേ? പുലരുവോളം ഇരുന്നു എന്ന് പറഞ്ഞാൽ പുലരുവോളം ഇരിക്കണ്ടേ? അപ്പോൾ അപ്പം നുറുക്കൽ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ പുലരുവോളം ചെയ്തെങ്കിലേ അതിനകത്തൊരു ദൈവപ്രസാദം കിട്ടുള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? അടുത്തൊരു വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 24. അതിൻ്റെ ഒരു 20 മുതലൊക്കെ താഴേക്കുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട സ്റ്റോറിയാണ് വരുന്നത്. അപ്പോൾ പുനരുദ്ധാനം ചെയ്ത കർത്താവ് അവരോട് ചേർന്ന് നടന്നതും അങ്ങനെ സംഭാഷിച്ചു പോയി. അങ്ങനെ അവർ മുൻപോട്ട് പോവുകയും മോശ മുതലുള്ള പ്രവാചകന്മാരെ കുറിച്ചൊക്കെ യേശുക്രിസ്തു അവരോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞു. നേരം വൈകി അസ്തമിക്കാറായി എന്ന് പറഞ്ഞാൽ ഒരു 5 മണി 6 മണി സമയമൊക്കെ ആയി കാണുമായിരിക്കും, അങ്ങനെ ചിന്തിക്കാം നമുക്ക്. അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, അവരുമായി ഭക്ഷണത്തിനാണ് ഇരിക്കുന്നത്. അവരുമായി ഭക്ഷണത്തിനിരിക്കുകയാണ്. ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന പുതിയ നിയമസഭയുടെ അപ്പം നുറുക്കലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റില്ല. അവർ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായി യഹൂദന്മാരുടെ ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിൽ അവർ കഴിക്കുന്ന അപ്പം ഉണ്ടല്ലോ, ആ അപ്പം മീൻസ് ഈ കുബൂസ് പോലത്തെ അവരുടെ അപ്പം, ആ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. ഇതാണ് അവിടുത്തെ പശ്ചാത്തലം. അതിനെക്കുറിച്ച് അതിന് 35-ാം വാക്യത്തിലുണ്ട്. അതായത് ഈ ശിഷ്യന്മാർ ആ രാത്രിയിൽ തന്നെ എമൗസിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങി വന്ന് അപ്പസ്തലന്മാരെ കാര്യങ്ങളെ ധരിപ്പിച്ചു. അന്നേരം പറയുന്നതാണ്, വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ അപ്പം നുറുക്കിയത് എപ്പോഴാണ്? സന്ധ്യാസമയത്താണ്. 2 വാക്യങ്ങളായി കൊണ്ടുവരുന്നത്. സന്ധ്യാസമയത്താണ് അപ്പം നുറുക്കിയെന്ന്. ഇനി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42-ഉം 46-ഉം വാക്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം വായിക്കണോ? അതായത് 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവസഭയുടെ ആരംഭം കുറിക്കപ്പെട്ടു. ആ സമയത്ത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. അവിടെ രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകിട്ടാണോ, പാതിരാത്രിക്കാണോ എന്നൊന്നും ആ വാക്യത്തിലില്ല. 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് എങ്ങനെയാ? അവർ ദിനംപ്രതി ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെയൊന്നും സന്ധ്യാസമയമൊന്നും ഇല്ല സഹോദരങ്ങളെ. ഇവിടെയൊന്നും സന്ധ്യാസമയത്തിൻ്റെ കാര്യം പറയുന്നില്ല. ആദ്യം പറഞ്ഞ വാക്യത്തിലുണ്ട്, സത്യമാണ്. ആദ്യം പറഞ്ഞ വാക്യത്തിൽ സന്ധ്യാസമയമുണ്ട്. ത്രോവോസിൽ വെച്ച് പൗലോസ് അപ്പം നുറുക്കിയ കാര്യം, അതൊരു സ്പെഷ്യൽ കേസായിട്ട് കൂട്ടാം. പൗലോസ് എല്ലാ ദിവസവും അവരുടെ കൂട്ടത്തിലില്ല. പൗലോസ് വന്നതുകൊണ്ടാണ്
അങ്ങനെ ഈ ശുശ്രൂഷകളൊക്കെ ദീർഘിച്ചു പോയതെന്നുള്ളതൊക്കെ ഒരു സത്യമാണ്. അതൊരു സത്യമാണ്. അല്ലാതെ സാധാരണഗതിയിൽ അവർ ഒരുമിച്ച് കൂടുന്നത് പകൽ സമയത്ത് തന്നെയായിരിക്കും. ഇനി ഈ വിഷയത്തിന് മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ, അതുകൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് ഈ പെസഹായ്ക്ക് ഒരുമിച്ച് കൂടിയത് നമുക്കറിയാമല്ലോ, അത് സന്ധ്യാസമയത്താണെന്നുള്ളത്. അവിടെയാണല്ലോ താൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. പുതിയ ഉടമ്പടി അവിടെയാണ് സ്ഥാപിച്ചത്. അത് സന്ധ്യാസമയത്താണ്. ആ കാരണത്താൽ പുതിയ നിയമസഭയും സന്ധ്യാസമയത്ത് അപ്പം നുറുക്കണമെന്നുള്ളതാണ് ഈ സഹോദരങ്ങൾ ശഠിക്കുന്നത്. അതെന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും അവിടെ ഒരുമിച്ച് കൂടിയത് പെസഹ ആചരിക്കാനാണ്. പുതിയ ഉടമ്പടി സ്ഥാപിക്കുക എന്നുള്ളത് അവിടെ മറിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് വേറൊരു സത്യമാണ്. പക്ഷെ ഇവരിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പെസഹ ആചരിക്കാനാണ്. പെസഹായോടുള്ള ബന്ധത്തിൽ രാവിലെ ഒരുമിച്ച് കൂടാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ഒരുമിച്ച് കൂടാൻ പറ്റില്ല, നട്ടപ്പാതിരാത്രിക്ക് ഒരുമിച്ച് കൂടാൻ പറ്റില്ല. പെസഹ കാലാകാലങ്ങളിലായിട്ട് സന്ധ്യാസമയത്താണ് ആചരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരും അങ്ങനെ പെസഹ ആചരിക്കാൻ ഒരുമിച്ച് കൂടി. പെസഹായ്ക്ക് ഏതാണ്ട് ഒരു 3-4 കോഴ്സ് ഉണ്ട്. അവർ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നതും ഈ അപ്പം ഭക്ഷിക്കുന്നതും ഒക്കെ ആയ കാര്യം, കയ്പ് ചേരിയോടുകൂടി ഭക്ഷിക്കുന്നതൊക്കെ ആയ അതിൻ്റെ ഒരു ക്രമമുണ്ട്. അതായത് അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയും. അതിൽ 3-ാമത്തെ കോഴ്സിൻ്റെ സമയത്താണ് കർത്താവ് അപ്പം എടുത്ത് നുറുക്കി നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത്. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തെന്നാണ് പിന്നെ വായിക്കുന്നത്. അതായത് 4-ാമത്തെ കോഴ്സ് പാനപാത്രം കുടിക്കുന്ന സമയമാണത്. ആ സമയത്താണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത്. അത് സന്ധ്യാസമയത്താണ്. അതുകൊണ്ട് നമ്മൾ കർത്തൃമേശയ്ക്ക് സന്ധ്യാസമയത്ത് കൂടണമെന്നല്ല അതിൻ്റെ അർത്ഥം. പെസഹായെ സംബന്ധിച്ചുള്ള ചട്ടമാണ് ഞാൻ പറഞ്ഞത്. അത് സന്ധ്യാസമയത്തെ പറ്റുകയുള്ളൂ. ഇസ്രായേലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നത് സന്ധ്യാസമയത്തല്ലേ? അതിൻ്റെ ഓർമ്മയാചരണമാണ് പെസഹ എന്ന് പറയുന്നത്. അതെങ്ങനെ രാവിലെ കഴിക്കും? അത് സന്ധ്യയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റൂ. അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട് നമ്മെ സംബന്ധിച്ച്. അങ്ങനെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനം പെസഹായും ചോരത്തളി ആചരിച്ചാണ് ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് സന്ധ്യാസമയത്ത്. നമ്മെ സംബന്ധിച്ച് നമ്മൾ പാപസംബന്ധമായി അടിമത്തത്തിലായിരുന്നു, നമ്മൾ അന്ധകാരത്തിലായിരുന്നു. ആ അന്ധകാരത്തിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു വരുന്നതിൻ്റെ സിമ്പലാണ് ഈ പെസഹ ആചരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ബലിമരണ നിമിത്തം അഥവാ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട നിമിത്തം നമ്മൾ ആ സന്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയാണ് പെസഹായുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതല്ലാതെ സന്ധ്യാസമയത്ത് യഹൂദൻ പെസഹ ആചരിച്ചു എന്ന് കരുതി നമ്മെ സംബന്ധിച്ച് നമ്മൾ സന്ധ്യാസമയത്ത് പെസഹ ആചരിക്കാനും കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ സന്ധ്യാസമയത്ത് ഒരുമിച്ച് കൂടാനൊന്നും അല്ല അതിൻ്റെ പ്രമാണം. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ പഠിക്കുക. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ ഇങ്ങനെയേ ഉള്ളൂ. അത് വേറെ രീതിയിൽ വായിച്ചെടുക്കേണ്ട കാര്യമില്ല. ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. പുളിപ്പില്ലാത്ത അപ്പത്തിൽ നിന്നാണ് കർത്തൃമേശയ്ക്ക് ഭക്ഷിക്കേണ്ടതെന്നുള്ളൊരു വാദഗതിയുണ്ട്. ആ വാദഗതിക്ക് ഈ ആളുകൾ പറയുന്നത് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കർത്താവ് യേശുക്രിസ്തു അപ്പം തൃക്കരത്തിലെടുത്ത് നുറുക്കിയത് പുളിപ്പില്ലാത്ത അപ്പമാണ്. ആ കാരണത്താൽ നമ്മളും പുളിപ്പില്ലാത്ത അപ്പം തന്നെ നുറുക്കണമെന്നാണ് പറയുന്നത്. നോക്കണം, കർത്താവ് അവിടെ എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കിയത് ഏതപ്പമാണ്? പെസഹായുടെ അപ്പമാണ്. പെസഹായോടുള്ള ബന്ധത്തിലാണ് അവർ അപ്പം നുറുക്കിയത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കുകയല്ലേ? പെസഹായുമായി ബന്ധപ്പെട്ട അപ്പം പുളിപ്പില്ലാത്ത അപ്പമാണ്. അതുകൊണ്ടാണ് അവർ പുളിപ്പില്ലാത്ത അപ്പം നുറുക്കിയതെന്ന്. നമ്മെ സംബന്ധിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പുളിപ്പ് കാണിക്കുന്നത് ദുരുപദേശത്തെയും പാപത്തെയുമാണ് കാണിക്കുന്നത്. ഹെരസിയെയും പാപത്തെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്. ആ ആത്മീയ അർത്ഥമാണ് പറഞ്ഞത്. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ അത് ദുരുപദേശത്തെയും അതുപോലെ പാപത്തെയുമാണ് കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ പുളിപ്പുള്ള എന്തെങ്കിലും ഭക്ഷിക്കുകയോ ദൈവസന്നിധി കടന്നു വരുമ്പോൾ പുളിപ്പുള്ളത് ഭക്ഷിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ദൈവനിഷേധമോ പ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയല്ല അത് പരിഗണിക്കുന്നത്, അങ്ങനെയല്ല അത് ചിന്തിക്കേണ്ടത്. പെസഹായുമായി ബന്ധപ്പെട്ട അപ്പമായതുകൊണ്ടാണ് അവിടെ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കുന്ന കാര്യമുണ്ട് പുസ്തകത്തിൽ. 2 പുളിപ്പുള്ള അപ്പം കൊണ്ടുവരുന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ആത്മീയ അർത്ഥങ്ങളാണ്. പെസഹായോടുള്ള ബന്ധത്തിൽ അതുപോലെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തോടുള്ള ബന്ധത്തിലൊക്കെ ഭക്ഷിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പമാണ്. അത് കഴിഞ്ഞ് പെന്തക്കോസ്ത് പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ പിന്നെയും മുന്നോട്ട് വരുമ്പോൾ അവിടെ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കുന്ന കാര്യമുണ്ട്. അതിന് ആത്മീയ അർത്ഥങ്ങളാണ്. 2 പുളിപ്പുള്ള അപ്പം കൊണ്ടുവരണം, അത് തീയിൽ ചുട്ട് കൊണ്ടുവരണം, ആ അപ്പം ഭക്ഷിക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ പറയാനായിട്ട് പോവുകയല്ല. അത് ഈ ഇസ്രായേലിൻ്റെ ഉത്സവങ്ങൾ എന്നുള്ള വിഷയം പിന്നീട് നമ്മൾ ചിന്തിക്കും. അത് ചിന്തിക്കുന്ന സമയത്ത്
ഈ കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അന്നേരം നമുക്ക് കടന്നു പോകാം. ഇപ്പോൾ സമയം വളരെ മുന്നോട്ട് പോയി എന്നുള്ള കാരണത്താൽ ഞാൻ വാക്കുകൾ ചുരുക്കിയാണ്. പറഞ്ഞു വന്നതിൻ്റെ എല്ലാ സാരം നിങ്ങൾ മനസ്സിലാക്കുക. വളരെ മഹനീയമായൊരു ശുശ്രൂഷയാണ് തിരുമേശ എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവിൻ്റെ ബലിമരണത്തിൻ്റെ സ്മരണയാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. അതുപോലെ തന്നെ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അങ്ങനെ ആ ശുശ്രൂഷയിലേക്ക് നമ്മൾ പങ്കാളിത്തം വഹിക്കുന്ന സമയത്ത് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ആഴങ്ങൾ നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ നമ്മൾ നന്ദിയുള്ള ഹൃദയത്തിന് ഉടമകളായി, അത് തന്നെയല്ല ശുശ്രൂഷയിലേക്ക് ഓരോ തവണയും നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ചില ഏറ്റുപറച്ചിലുകളുണ്ട്, ചില ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മെ തന്നെ താഴ്ത്തുന്ന നിമിഷങ്ങളാണത്. അവിടെ നമ്മുടെ ഹൃദയം നുറുക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. നുറുങ്ങിയ ഹൃദയം നുറുങ്ങിയവർക്ക് മാത്രമാണ് യഹോവ സമീപസ്ഥൻ. അതുകൊണ്ട് ഈ തിരുമേശയിലേക്കൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ഹൃദയം നുറുങ്ങപ്പെടുന്നുണ്ട്. വചനത്തിലൂടെ ദൈവദാസന്മാർ നമ്മെ നുറുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ തിരുമേശയിലേക്ക് നമ്മൾ കൈകൾ നീട്ടുമ്പോൾ നമ്മുടെ ഹൃദയം പിടയ്ക്കും, നുറുക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ പല നിലകളിൽ നമ്മളെ നുറുങ്ങിയ അവസ്ഥയിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാഹളം ധ്വനിക്കുന്നത് വരെ, അല്ലെങ്കിൽ 70 ഏറിയാൽ 80 വരെ നമ്മളെ അങ്ങനെ കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ ബലഹീനരാണ്, നമ്മിലെ മനുഷ്യപ്രകൃതിയുണ്ട്. അതായത് ഈ മണ്ണുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ലോകത്തിലേക്ക് ചെരിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ പ്രമാണത്തിൽ നമ്മെ കെട്ടി നിർത്തുകയാണ്. അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളുടെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത് രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോഴാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലൊക്കെ പ്രസംഗിച്ചു വന്നപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ശുശ്രൂഷകന്മാർ പലരും ഈ ട്രാക്കിൽ നിന്നൊക്കെ വഴിമാറിപ്പോയി. അതൊരു സങ്കടപൂർവ്വം നമ്മൾ അവതരിപ്പിച്ചെങ്കിലും നമ്മൾ ഈ മനുഷ്യരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റെസ്പെക്റ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ്, എന്നാൽ നമ്മുടെ സങ്കടവും നമ്മൾ ഈ കാര്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്, അല്ലേ? എന്നാൽ നാം നമ്മുടെ സങ്കടവും കൂടെ ഈ തരുണത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭ ഈ പറഞ്ഞ നിലയിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ ചില പ്രത്യേക കാര്യങ്ങളാൽ മനുഷ്യൻ അവൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങളെ മാറ്റിമറിച്ച് ഇപ്പോൾ ഈ പോകുന്ന ഈ പോക്കിൽ ആ ആദ്യ സ്നേഹത്തിൽ നിന്നും, ആദ്യത്തെ പ്രവൃത്തിയിൽ നിന്നും, ദൈവസ്നേഹത്തിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി അകന്നകന്നു പോയി. ഈ കപ്പുകൾ അകന്നിരിക്കുന്ന പോലെ തന്നെ ഹൃദയങ്ങൾ അകന്നകന്നു പോയി എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ. സ്വാർത്ഥരായിത്തീരുകയാണ്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും സ്വാർത്ഥനാകാൻ കഴിയില്ല. മീൻസ് സ്വയത്തിന് ജീവിക്കാൻ കഴിയില്ല. 2 കൊരിന്ത്യർ ലേഖനം 5:14-15 നമ്മുടെ മുമ്പിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന വാക്യങ്ങളാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതാകുന്നു എന്ന ആ പ്രബോധന വാക്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രബോധന വാക്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കേൾക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് അതൊരു ഉത്തേജനവും ഉത്സാഹവും ഉന്മേഷവും ഒക്കെയായിട്ട് മാറേണ്ടതുണ്ട്. ചുറ്റുപാടുമുള്ള മുഴുവനും ആളുകളും മടങ്ങി വരുന്നത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ചുറ്റുപാടുമുള്ള എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അന്വേഷിച്ചിട്ടല്ല നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടത്. യോശിയാവിനെ പോലെ നമ്മൾ പ്രമാണത്തിലേക്ക് വരണം. ദൈവത്തിൻ്റെ പ്രമാണം കേൾക്കുമ്പോൾ യോശിയാവ് വസ്ത്രം കീറിയെന്നാണ് കാണുന്നത്. ദൈവത്തിൻ്റെ പ്രമാണം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളാണ് കീറേണ്ടത്. ഹൃദയങ്ങൾ കീറണം, വസ്ത്രമല്ല കീറേണ്ടത്. അവിടെ വസ്ത്രം കീറിയെങ്കിൽ ഇവിടെ ഹൃദയങ്ങൾ കീറണം. നമ്മൾ മടങ്ങി വരേണ്ടതുണ്ട്. യോശിയാവിനെ പോലെ ജനത്തെ മടക്കിക്കൊണ്ടുവരേണ്ടവരാണ് ഇന്നത്തെ ശുശ്രൂഷകന്മാർ. നെഹമ്യാവിനെ പോലെ, എസ്രായെ പോലെ ജനത്തെ മടക്കിക്കൊണ്ടുവരണം. പ്രമാണപ്രകാരം ഒരു കൂടാരപ്പെരുന്നാൾ ആചരിച്ചു, പ്രമാണപ്രകാരം ഒരു പെസഹ ആചരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ ആഴങ്ങളാണ്. മുൻപ് അതിനെക്കുറിച്ചുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. ഈ സമയം വരെ നിങ്ങൾ കാര്യങ്ങളെ ശ്രദ്ധിച്ചു. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ വചനത്തിൻ്റെ സമൃദ്ധിയിൽ മുന്നേറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു.